നമസ്കാരം, കമ്മത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇൻ്റഗ്രേഷൻ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇച്ചിരി വ്യത്യാസമുള്ള ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ 8 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണുള്ളത്. അത് നമ്മൾ പറയാൻ പോകുന്നു, വെച്ചെടുക്കുകയും കൂടെ ചെയ്യുക. ഒന്നാമത്തത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അതുപോലെ രണ്ടാമത്തതാണ് പി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഇവിടെ ആകെ വ്യത്യാസമുള്ളത് ഡിനോമിനേറ്റർ മാത്രമാണ്. ഇവിടെ എ ഗിവൺ ബി വരുമ്പോൾ പി ഓഫ് ബിയും ബി ഗിവൺ എ വരുമ്പോൾ പി ഓഫ് എയും. മേളിൽ എ ഇൻ്റർസെക്ഷൻ ബി തന്നെയാണ് എന്ന് ഉറപ്പിക്കുക. ഇനി നമ്മൾ +1 പഠിച്ച 2 ഇക്വേഷൻസ് ആണ് ഈ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത്. പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇങ്ങനെ ഈ 2 ഇക്വേഷൻ നമ്മൾ +1 തന്നെ പഠിച്ചതാണ്. അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്, അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പഠിച്ചു വെക്കണം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാൽ 2 ഈവൻസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അടുത്തത് 4 മാർക്കിന് ചോദിക്കുന്നതാണ് ബേസ് തിയറം. ഓർത്തു വെക്കുക, 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ബേസ് തിയറം. ഇൻഡിപെൻഡൻ്റ് ഈവൻസ്, ആദ്യം പഠിച്ച കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇവയെല്ലാം ആദ്യത്തെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും. അതായത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പ്രോബബിലിറ്റിയുടേത്. അതിൽ സാധാരണ ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മെത്തേഡാണ് കേട്ടോ. ലാസ്റ്റ് കിടക്കുന്നതാണ് പ്രോബബിലിറ്റിയുടെ സെക്ഷൻ. അതിനകത്ത് 2 മാർക്കിന് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഇവൻസിനെ ബേസ് ചെയ്താകാം, അല്ലെങ്കിൽ സാധാരണ കണ്ടീഷണൽ പ്രോബബിലിറ്റി. പിന്നെയുള്ളത് ബേസ് തിയറം. ബേസ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്: പി ഓഫ് ഇ ഐ ഗിവൺ എ ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ഐ ബൈ സം ഓഫ് അല്ലെങ്കിൽ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n പി ഓഫ് ഇ ജെ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ജെ. ഇവിടെ ഇപ്പോൾ ഇക്വേഷനായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ നമുക്ക് കണക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബേസ് തിയറം നമുക്ക് പറഞ്ഞു 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളപ്പോൾ ബേസ് തിയറം വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ മീൻ എന്നത് മ്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ പി ഐ. അതിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നും പറയാറുണ്ട്. രണ്ടാമത്തതാണ് വേരിയൻസ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസ് തിയറം വരെയുള്ളതാണ്. ലാസ്റ്റ് ഒരു ഇക്വേഷൻ കൂടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് റൂട്ട് ഓഫ് വേരിയൻസ്. ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്ത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും. അവസാനത്തെ ചോദ്യം ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ചോദിച്ചാലും വേരിയൻസ് വേണം, മീനും കണ്ടുപിടിക്കണം. എന്നാലേ ഉള്ളൂ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആവുള്ളൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചോദിക്കാറുണ്ട്: ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി മീൻ, വേരിയൻസ് മാത്രമാണ് കാണാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അടുത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3 ചോദ്യങ്ങളോട് ചേർത്തുള്ളതാണ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന് 5 മാർക്ക്. ഓർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ് ബെർണോളി ട്രയൽസ്. ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് ബെർണോളി ട്രയൽസ്. അതൊരു പ്രത്യേക ചെറിയൊരു ഭാഗം. അവിടെ ഇക്വേഷൻ ഇങ്ങനെയാണ്: പി ഓഫ് എക്സ് സക്സസ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ +1 നമ്മൾ പഠിച്ച പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്തെ കോമ്പിനേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി പരീക്ഷയ്ക്ക്. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്ഷനിലേക്ക് ഒന്നുകൂടെ കിടക്കുന്നു: ബേസ് തിയറം, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്, ആദ്യത്തെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ 4-2 ഒരു 6 മാർക്കിന് വരെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പ്രോബബിലിറ്റിയിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് നോക്കുക: ഇഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.8, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു 0.4, ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി,
പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ യൂണിയൻ ബി. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നോക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം കണ്ടു കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ചില ഇക്വേഷൻസ് കണ്ടു, അതുപയോഗിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആകെ അറിയേണ്ടത് എന്ത് തന്നിട്ടുണ്ടെന്ന് നോക്കുക. പി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു 0.4 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. പി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഈ ഡിനോമിനേറ്റർ ഇവിടെ വന്നിരിക്കുന്നത് എന്താണോ അതാണ് താഴെ വരിക. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട് 0.4 ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. പി ഓഫ് എ എന്നത് 0.8. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 4 × 8 32. പക്ഷേ 2 പ്ലേസ് മാറ്റി കുത്തിടുമ്പോൾ 0.32 ആണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇനി പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കണം. ആദ്യത്തെ എ ഇൻ്റർസെക്ഷൻ ബി കാണാനായിരുന്നു, അത് കിട്ടി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അതുണ്ടെങ്കിലേ ഉള്ളൂ എ ഗിവൺ ബി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇപ്പോൾ കിട്ടിയ 0.32 ഇതാ ഇവിടെ ഇട്ട് കൊടുത്തു, ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് ബി എന്നാൽ 0.5 ആണ്. 0.5 ഡിനോമിനേറ്ററിൽ വന്നു. ഇവിടെ ഓർക്കേണ്ട കാര്യം, നമുക്ക് പോയിൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് 32 താഴെ 50 എന്ന് കരുതുക, 32/50. അപ്പോൾ പോയിൻ്റ് അങ്ങ് മാറ്റി 32/50. ഇതൊന്ന് കട്ട് ചെയ്തു 16/25. ഇത് ഡെസിമൽ ഫോമിൽ എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഇത് കട്ട് ചെയ്യാൻ ഇനി പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ നിർത്തി. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്താൽ ഡെസിമൽ ഫോമിൽ കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ കിട്ടുന്ന ആൻസർ 0ക്കും 1നും ഇടയ്ക്കാണെന്ന് നോക്കുക. ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, അതുപോലെ തന്നെ 1ൽ കൂടുതൽ വരത്തുമില്ല ആൻസർ. അങ്ങനെ ഓർത്ത് വെക്കുക ഈ പ്രധാനപ്പെട്ട സെക്ഷൻ. ഇനി പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ നമ്മളിതാ നേരത്തെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.8, പി ഓഫ് ബി ഉണ്ട് 0.5, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.32. അത് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 8 5 13, ഒരു പോയിൻ്റ്, അതായത് രണ്ടും കൂടെ കൂട്ടി 1.3 എന്ന് കിട്ടും. മൈനസ് 0.32, 1.3 നിന്ന് 0.32 കുറയ്ക്കണം. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും 0.98 കാൽക്കുലേറ്റർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എഴുതി കുറയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ കുറയ്ക്കുക, 1.30 മൈനസ് 0.32. അപ്പോൾ ഇത് 10, 8 വരുന്നു. ഇങ്ങോട്ടൊന്ന് ഇത് 2 കടവെടുത്ത് 12, അപ്പോൾ 9, 9 3 12. അപ്പോൾ 0.98 ആണ് ആൻസർ. ഇവിടെ നോക്കുക, 1നേക്കാൾ കുറവാണ് ആൻസർ. അപ്പോൾ ഇതുപോലെ പ്രോബബിലിറ്റിയുടെ എല്ലാ ആൻസേഴ്സും 1ൽ കുറവ്, എന്നാൽ 0ൽ കൂടുതലുമായിരിക്കും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 6/11, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 5/11 ആൻഡ് പി ഓഫ് എ യൂണിയൻ ബി 7/11 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി, എ ഗിവൺ ബി, ബി ഗിവൺ എ, ഇതിൻ്റെ എല്ലാം പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇത് +1 പഠിച്ച മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റും. പി ഓഫ് എ ഉണ്ട്, പി ഓഫ് ബി ഉണ്ട്, പി ഓഫ് എ യൂണിയൻ ബി ഉണ്ട്. അപ്പോൾ ഇൻ്റർസെക്ഷൻ കാണണമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പി ഓഫ് എ യൂണിയൻ ബി കുറച്ചാൽ മതി. അപ്പോൾ ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ എന്ന് പറയുന്നത് 6/11, അടുത്തത് 5/11 ആഡ് ചെയ്തു, മൈനസ് 7/11. എങ്ങനെയാണത് ഫ്രാക്ഷൻസ് കുറയ്ക്കുന്നത് നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്യുന്നു. 6 5 11/11 മൈനസ് 7/11. ഇത് കട്ട് ചെയ്യാതിരിക്കുക. കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 1 മൈനസ് 7/11 ചെയ്യുമ്പോൾ 4/11 വരും. അല്ലെങ്കിൽ 11 മൈനസ് 7 4 എന്നായില്ലേ, മിച്ചം ഡിനോമിനേറ്റർ ഒരു പ്രാവശ്യം 11 എഴുതി. അപ്പോൾ ആൻസർ 4/11. അതുപോലെ രണ്ടാമത്തെ കാര്യം എ ഗിവൺ ബി കണ്ടുപിടിക്കണം. പി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മളിവിടെ കണ്ടു, എത്രയാണ് 4/11. അപ്പോൾ 4/11 ഡിവൈഡഡ് ബൈ 5/11. 11 ക്യാൻസലായി മിച്ചമുള്ളത് 4/5. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 11 ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്ന രീതി ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത് പി ഓഫ് ബി ഗിവൺ എ. ബി ഗിവൺ എ കാണാനും സെയിം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മേളിൽ വരും, ഡിവൈഡ് ബൈ താഴെ വരുന്നത് ഇവിടുത്തെ എ, പി ഓഫ് എ. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ കിട്ടിയ ആൻസർ 4/11 ഡിവൈഡഡ് ബൈ താഴെയുള്ളത് പി ഓഫ് എ, അതായത് 6/11. അത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 11 ക്യാൻസലായി മിച്ചമുള്ളത് 4/6. ഇപ്പോൾ ഈ ചോദ്യവും വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം.
മൂന്നാമത്തെ ചോദ്യം നമ്മളിപ്പോൾ ചെയ്ത ചോദ്യവുമായിട്ട് സാമ്യമുണ്ട് എന്ന ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് വിത്ത് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.3, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.4. ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ യൂണിയൻ ബി ആൻഡ് പി ഓഫ് എ ഗിവൺ ബി. ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡിപെൻഡൻറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആദ്യം എഴുതണം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ നോക്കുക, പി ഓഫ് എയും പി ഓഫ് ബിയും ചോദിച്ച് തന്നിട്ടുണ്ടോ? ഉണ്ട്. 0.3ഉം 0.4ഉം അത് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് ആൻസറായി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 0.4 0.12. ഇനി ബാക്കിയുള്ളതെല്ലാം പഴയ പോലെ തന്നെ പി ഓഫ് എ യൂണിയൻ പി കാണാൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ എന്ന് പറഞ്ഞ 0.3ഉം 0.4 പി ഓഫ് ബിയും കൂട്ടി മൈനസ് ഇൻ്റർസെക്ഷൻ ദാ ഇപ്പോൾ കിട്ടിയത് 0.12 കുറയ്ക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കുക 0.7 മൈനസ് 0.12 ഇത് കുറയ്ക്കുന്നത്. അത് 70 നിന്ന് 12 കുറച്ചാൽ മതി. 70 നിന്ന് 12 കുറയ്ക്കുമ്പോഴത്തേക്കും 58 വരും. അത് തന്നെയാണ് ഇവിടെ 0.58. 0.7 എന്നാൽ 0.70 എന്നിടാമല്ലോ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ 0.58 ആണ് പി ഓഫ് എ യൂണിയൻ ബി. അടുത്തത് പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കിതാ ഇവിടെ കിട്ടിയായിരുന്നല്ലോ 0.12 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് ബി എന്നത് 0.4 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ഓർക്കേണ്ട കാര്യം 12/4 എന്നുള്ളത് 40 നോക്കുക. അപ്പോൾ 12/40 ഒന്ന് കട്ട് ചെയ്താൽ 6/20. അതൊന്നുകൂടെ കട്ട് ചെയ്യാമെന്നത് കൊണ്ട് 3/10. ഇപ്പോൾ വളരെ ഈസിയായി 0.3, കാരണം 10 ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ 0.1 മാറ്റി കുത്തിയിട്ട് ആൻസർ 0.3. ഇങ്ങനെ എഴുതാം. ഇവിടെ 12/40 നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു സെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേസ് തിയറം. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അതിനകത്ത് പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബേസ് തിയറമാണ്. എല്ലാവർക്കും ഇച്ചിരി പാടായിട്ട് തോന്നുന്നൊരു സെക്ഷനാണ് ബേസ് തിയറം. പക്ഷേ ഇത് നമ്മളൊരു എക്സാമ്പിളിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഇവിടെ പറഞ്ഞു തരാൻ പോവാണ്. നോക്കുക, എല്ലാ ക്വസ്റ്റിനും ഈ രീതിയിൽ നമുക്ക് ബേസ് തിയറത്തിൻ്റെ ചെയ്യാനും പറ്റും. നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 4 red and 4 black balls. Another bag contains 2 red and 6 black balls. One of the 2 bag is selected at random and a ball drawn from the bag which is found to be red. Find the probability that the ball drawn from the first bag. ഇപ്പോൾ ഇത് ബേസ് തിയറം ആണ് എന്നിങ്ങനെ തിരിച്ചറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചോദ്യം തന്നാൽ അത് ബേസ് തിയറം ആണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിനുള്ള ഒരു വഴിയാണ് ആദ്യം ഇവിടെ പറയാൻ പോകുന്നത്. നോക്കുക, ഇവിടെ നമുക്കൊരു റെഡ് ബോൾ സെലക്ട് ചെയ്യണം. അപ്പോൾ തന്നെ ഓർക്കുക 2 ബോൾ അവിടെ തന്നിട്ടുണ്ട്, ബ്ലാക്കും ഉണ്ട് റെഡും ഉണ്ട്. അപ്പോൾ ഒരു കാര്യമായി. അതുകൂടാതെ ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ 2 ബോക്സുകളുണ്ട്. അപ്പോൾ ബോക്സുകൾ സെലക്ട് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ബോളും സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലുള്ള ചോദ്യങ്ങളെല്ലാം, അതായത് ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം ബേസ് തിയറം ആയിരിക്കും. അപ്പം ഒന്നെങ്കിൽ ബോക്സ് സെലക്ട് ചെയ്യണം, അതിനകത്ത് നിന്ന് മാത്രമേ ഉള്ളൂങ്കിൽ ഓക്കെ ഒരു ബോക്സിൽ നിന്ന് റെഡ് ബോൾ എടുക്കണം, അത്രയേ ഉള്ളൂങ്കിൽ വെറും പ്രോബബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് ബേസ് തിയറമായിട്ട് മാറുന്നു. ഇനി ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? വളരെ എളുപ്പത്തിൽ. അപ്പോൾ എല്ലാ ബേസ് തിയറം ചോദ്യങ്ങളും ഈ രീതിയിൽ 2 ബോക്സുകൾ വരച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഇവിടെ 2 ബോക്സുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. 4R എന്ന് പറഞ്ഞാൽ 4 റെഡ്, 4B എന്ന് പറഞ്ഞാൽ 4 ബ്ലാക്ക്. അപ്പോൾ ഫസ്റ്റ് ബോക്സായി. ഫസ്റ്റ് ബോക്സിന് പേര് കൊടുത്തിരിക്കുന്നു E1. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു എ ബാഗ് കണ്ടെയ്ൻസ് 4 red and 4 black balls. Another bag contains 2 red and 6 blacks. Another bag contains 2 red and 6 black balls. അപ്പോൾ 2 red 6 black രണ്ടാമത്തെ ബോക്സിൽ, അതിനെ E2 എന്ന് വിളിച്ചു. ഇനി വൺ ഓഫ് ദി ബാഗ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഇതിൽ നിന്ന് ഏതോ ഒരു ബാഗ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് എ ബോൾ ഡ്രോൺ ഫ്രം ദ ബാഗ് വിച്ച് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. റെഡ് എന്ന് കണ്ടാൽ അതിനെ എ, കാരണം റെഡ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ്. ഫസ്റ്റ് ബാഗിൽ നിന്നായതുകൊണ്ട് E1-ൽ നിന്ന് വേണം. അപ്പോൾ E1. ഇനി ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ഈ രീതിയിലാണ് പി ഓഫ് E1 ഗിവൺ എ. E1 ഗിവൺ എ. അപ്പോൾ ബേസ് തിയറം എഴുതിയിരിക്കുന്നത് നോക്കുക. പി ഓഫ് E1 ഗിവൺ എ ഇസ് ഈക്വൽ ടു പി ഓഫ് E1 ഇൻറ്റു, ഇവിടെ വരുമ്പോൾ ഇത് തിരിയും. E1 ഗിവൺ എ എന്നുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ എ ഗിവൺ E1. പി ഓഫ് E1 ഇൻറ്റു ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് തിരിയും, എ ഗിവൺ E1 എന്നാവും. പി ഓഫ് എ ഗിവൺ E1 ബൈ
സെയിം തന്നെ ഒന്നുകൂടെ താഴെ എഴുതി പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1. ഇവിടെ 2 ബോക്സുകളുള്ളതുകൊണ്ട് ഇത് അടുത്തതിൻ്റെ എഴുതുന്നു. പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇവിടെ 3 ബോക്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വരും പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3. അപ്പോൾ ഇവിടെ 2 ബോക്സേ ഉള്ളൂ, അതുകൊണ്ട് ഇതിവിടെ തീർന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട കാര്യം നോക്കുക. E1 പി ഓഫ് E1ഉം പി ഓഫ് E2ഉം കണ്ടുപിടിക്കണം. E1ഉം E2 എന്ന് പറഞ്ഞ 2 ബോക്സുകളാണ്. അപ്പോൾ അവയുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ 1/2. കാരണം ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാൻ ഒരു ചാൻസ്, 2/1. അടുത്തതും അതുപോലെ തന്നെ 2/1. അപ്പോൾ അത് കിട്ടി പി ഓഫ് E1ഉം പി ഓഫ് E2. പി ഓഫ് എ ഗിവൺ E1. എ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ബോൾ. അപ്പോൾ ആദ്യത്തേതിൽ E1ൽ എത്ര റെഡ് ഉണ്ട്? 4. മൊത്തം എത്ര? 8. അപ്പോൾ 4/8 ആണ് പി ഓഫ് എ ഗിവൺ E1. 4/8. അത് കട്ട് ചെയ്യുമ്പോൾ 1/2. പി ഓഫ് എ ഗിവൺ E2. ഇതാ ഇവിടെ കിട്ടി വേണ്ട കാര്യം. എ ഗിവൺ E2. എ എന്ന് പറഞ്ഞാൽ റെഡ്. E2വിലുള്ളത് മൊത്തം 8. അപ്പോൾ 2/8. എ ഗിവൺ E2 കിട്ടി 1/4. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ബേസ് തിയറം എഴുതുമ്പോൾ ഇങ്ങനെ E1 ഗിവൺ എ എന്ന് എഴുതണം. എന്നാൽ ആൻസർ ചെയ്യുമ്പോൾ തിരിച്ച് എ ഗിവൺ E1 എന്ന് വേണം എഴുതാൻ. ഇനി നോക്കി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. പി ഓഫ് E1 1/2. പി ഓഫ് എ ഗിവൺ E1 ഇവിടെ കിട്ടി 1/2 തന്നെ. പി ഓഫ് E1 വീണ്ടും അതേ സെയിം സാധനമാണ്. E1 ഇൻറ്റു എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ അത് സെയിം സാധനം മേളിൽ വന്നത് തന്നെയാണ് താഴെ വരുന്നത്. പ്ലസ് പി ഓഫ് E2. പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ 1/4. അതിവിടെ താഴെ എഴുതി. മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/4 താഴെയും 1/4 പ്ലസ് ഇവിടെ വരുമ്പോൾ 1/8. ഇത് 1/4 അതുപോലെ എഴുതി. താഴെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 8 + 4 12/32. 12/32. ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തിരിച്ചിട്ട് ഗുണിക്കാം. അപ്പോൾ 1/4 ഇൻറ്റു 32/12. 4ഉം 32ഉം കട്ട് ചെയ്തു 8/12. അതിനിയും കട്ട് ചെയ്യാം 4 വെച്ച് 2/3. അതായത് 2/3 ആണ് ആൻസർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.